എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം, അറസ്റ്റിലായ 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി, അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി രാജീവ് കണ്ഠരര്, ഇവരിൽ രാജീവ് കണ്ഠരര് സഖാവല്ല, മുരാരി ബാബു സഖാവല്ല, ജയശ്രീ സഖാവല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KS ബൈജു സഖാവല്ല. അപ്പോ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് വിടാം. നമുക്ക് 4 പേരെ എടുക്കാം. തന്ത്രി രാജീവ് കണ്ഠരര്, അതിനുശേഷം പത്മകുമാർ, വിജയകുമാർ, വാസു, 4 പേരെ നമുക്ക് എടുക്കാം. ശബരിമലയിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കമ്മീഷണർക്കും കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും തലപ്പത്ത്, അവിടെ ഏറ്റവും സ്വാധീന ശേഷിയുള്ളത് ആർക്കാണ്? ഈ രാജീവ് കണ്ഠരല്ലേ. അപ്പൊ രാജീവ് കണ്ഠര് ഇപ്പോ ജയിലടിക്കുള്ളിലാകുമ്പോൾ ആ പാരഡി പാർട്ടിയിലെ സഖാവ് എന്നുള്ളത് മാറ്റേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ എന്റെ ചോദ്യം. അതോ ഇനി ഒരു വരിയും കൂടി ചേർക്കണോ? അല്ല, ഞാൻ ചോദിച്ചത് ഈ 4 പേരിൽ 3 പേർ ആരാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ശ്രീ തന്ത്രി രാജീവ് കണ്ഠരരെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. തന്ത്രി കുറ്റം ചെയ്താലും ശരി, മന്ത്രി കുറ്റം ചെയ്താലും ശരി, അവർ കുറ്റം ചെയ്തവരാണ് ജയിലറയ്ക്കുള്ളിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ 4 പേരിൽ ഏതായാലും തന്ത്രി രാജീവ് കണ്ഠര് കോൺഗ്രസ് അല്ലല്ലോ, ആ കാര്യത്തിൽ ഏതായാലും തീരുമാനമാണല്ലോ. അപ്പൊ അതങ്ങ് മാറ്റിവെച്ചേക്കുക. ബാക്കി 3 പേർ ആരാണ്? അവരിന്നും സഖാവാണോ? ഞാൻ CPM-ന്റെ പാർട്ടി അംഗത്വമില്ലാത്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ സഖാവെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരാൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ, ഒരാൾ N വാസു CPM-ന്റെ പ്രധാനപ്പെട്ട ആളല്ലേ, വിജയകുമാർ CPM-ന്റെ ആളല്ലേ, ഇന്നുമല്ലേ ഈ നിമിഷത്തിലുമാണല്ലോ. ഇത്ര ദിവസമായിട്ട് ആവർത്തിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ സഖാവാണല്ലോ. അപ്പൊ പിന്നെ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പാടുന്നതിൽ എന്താ തെറ്റുള്ളേ? അരുൺ പറ, എന്താ തെറ്റുള്ളേ?